തെക്കു നിന്നും വന്നണഞ്ഞ പൂങ്കുറത്തിറാണി തെറ്റുകൂടാതെ കൈ നോക്കി ലക്ഷണങ്ങൾ കൊല്ലാം കന്യേ പൊന്നും കയ്യിൽ പുതുരേഖയൊന്നതുണ്ട് കന്നി മാസത്തിനു മുന്നേ സംഗതിയൊന്നുണ്ട് മംഗലനിൻ മംഗലത്തിൽ കാലമതു വന്നു പൂങ്കുറത്തേക്കൊരു പഴം കോടി തത്തമ്പ്രാട്ടി എന്നും പറഞ്ഞുകൊണ്ട് മുഴുത്തേങ്ങ തക്കത്തിലൊന്നെടുത്തു പൊന്നും മഞ്ഞളെടുത്ത് ഉത്തരിയ കെട്ടിൽ നിറച്ചു കെട്ടി ഗൗരീശ ഗൗരി വക വാഴ നിത്യം കുമ്പിട്ടു കൊപ്പുന്നീരാ ഗൗരീശ ഗൗരി വക വക നിത്യം ഗൗരീശ വക വക ഗൗരീശ വക വക ഗൗരീശ വക വക. ഇപ്പോൾ കളിച്ചതിൻ്റെ ഡീറ്റെയിലിലേക്ക് ഒന്ന് പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തോ. 1 2 3 4. കാലും ഒക്കെ ശ്രദ്ധിക്കണേ. കൈ ഇങ്ങനെ ഞൊടിക്ക് ആ സൗണ്ട് വരണം കേട്ടോ ഞൊടിക്കണേ. മാത്രമല്ല കൈ കണ്ട് കൈവെള്ള പുറത്തൊക്കെ ആയിട്ടാണ് ഇവരൊക്കെ പിടിക്കണേ. മുട്ട് പൊങ്ങണ്ട ഇങ്ങനെ. ആ അപ്പോൾ ഒന്നാമത് ഒന്നുകൂടി 3 4 1 2 3 4 1 2 3 4. ഇപ്പോൾ എടുത്തത് രണ്ടിനും ഒരു 3 സ്റ്റെപ്പിനാണ് താഴ്ന്നത്. പക്ഷേ ഇനി കളിക്കാൻ പോണതിന് 2 സ്റ്റെപ്പിനാണ് താഴെ. നോക്കാം. 1 2 1 2 കണ്ടോ. ഇനി എടുക്കുന്ന സ്റ്റെപ്പിന് 2നും 4നും നീങ്ങണം നമ്മൾ. ഇത് മറ്റേ കാലിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വെച്ചു, 2 കയറ്റി വെച്ചു, 3 ബാക്കിൽ കുത്തി 4ഉം കയറ്റി വെച്ചു. അപ്പോഴാണ് നീങ്ങുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അവിടുന്നേ നീങ്ങി വരാം. ഇത് കേട്ടോ 3 4 1 2 3 4. അപ്പോൾ എന്നിട്ടൊന്നുകൂടി 3 4 1 2 3 4 1 2 3 4 1 2 1 2 1 2 3 4. ഇതിൽ ഈ സ്റ്റെപ്പ് ഇത് 1 2 3 ഇതാണ് കൈ കേട്ടോ. അതായത് ഈ ഫേസിൻ്റെ മുകളിലേക്ക് കൈ പോകരുത്, ഇത്രയും പോകരുത്, ഇത്രയും വരെ വന്നാൽ മതി. 1. ഇനി കാല് നോക്കിക്കോളൂ. ഇവിടുന്ന് വരുമ്പോൾ 1 2 കയറ്റി വെച്ചു, 3 ബാക്കിൽ കുത്തി 4ഉം കയറ്റി വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ നീങ്ങുന്നത്. അതൊരു 4 തവണ എടുക്കുമ്പോൾ നമ്മളൊരു സർക്കിളിലേക്ക് എത്തും, തുടങ്ങിയോടത്ത് എത്തും. അത്രയും സ്ഥലം എടുത്തിട്ടാണ് ആ സ്റ്റെപ്പ് കളിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? പെയർ. ഈ പെയർ അടിച്ചു കഴിഞ്ഞാൽ കൈ ഒന്ന് പുറകിലേക്ക് ഇങ്ങോട്ട് വലിക്കും, എന്നിട്ട് വേണം താഴെ ഇടാൻ. 1 2 3. നമ്മൾ 2 എടുക്കുമ്പോൾ എൻ്റെ ഈ കൈ ഞാൻ കാണിച്ചത്. 1 2 3. 3ക്കേ താഴെ ഇടാൻ പാടുള്ളൂ. ഒന്നുകൂടി നോക്കാം. 3 4 1 2 3 4 1 2 3 4 1 2 3 1 2 3 1 2 3 1 2 3. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി 4 പേര് ഉള്ളിലേക്കും 4 പേര് പുറത്തേക്കും തിരിഞ്ഞ് നിൽക്കും. അടുത്ത സ്റ്റെപ്പ് എടുത്തോ. ഈ 1 2 3 അടിച്ചിട്ട് അങ്ങ് എടുക്കട്ടെ, എന്നാലും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അവസാനിപ്പിക്കണത് ആയാലും മതി. അവസാനിപ്പിച്ചാൽ മതി. എടുത്തോ. 3 4 1 2 3 1 2 3. ഇനി കണ്ടോ തിരിയണത് 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കളിച്ച ഞാൻ പറഞ്ഞില്ലേ നീങ്ങണം എന്ന് പറഞ്ഞാൽ അതേ സ്റ്റെപ്പാണ്. പക്ഷെ പേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ പോയിന്റിൽ നിന്നിട്ടേ കളിക്കുള്ളൂ. അത് അല്ലെങ്കിൽ ഇങ്ങനെ ചേർന്ന് പോവും. അപ്പോൾ എല്ലാവരും ഒരേ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വിളക്കിന് ചുറ്റും കളിക്കുക. ഇതിപ്പോൾ പെയറാകുമ്പോൾ നമ്മൾ കുട്ടികൾ കളിച്ചത് കണ്ടറിയാം. നമ്മൾ അവിടെ നിന്നാണ് കളിച്ചത്. എന്നിട്ട് കൊട്ടി രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടോ, വിരൽ പുറത്തൊക്കെ ആയിട്ടാവും വയ്ക്കുക. അങ്ങനെ വേണം തിരിയാൻ. 3 4 ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നത്. ഇതൊക്കെ കാല് ശ്രദ്ധിച്ചാൽ നല്ലോണം മനസ്സിലാവും. ഇനി അടുത്തത് ഏതായിരുന്നു? എന്നും പറഞ്ഞും കൊണ്ട് നല്ലത്. കൈ ഇങ്ങനെ പുറത്ത് പിടിക്കും. അതായത് ഇങ്ങനെയല്ല പിടിക്കണത്, ഇങ്ങനെ കോർത്ത് പിടിച്ചു. ഇനി ആ ചാടി എടുക്കണം സ്റ്റെപ്പ്. 3 4 1 2 3 4 1 2 3 4. ബാക്കിൽ കുത്തി വീണ്ടും കുത്തി. ഇനി കൈ അങ്ങ് താഴെ ഇടും. അതായത് കാല് ഇതേ സ്റ്റെപ്പ് ഇപ്പം നമ്മൾ കളിച്ച അതേ കാലായിരിക്കും, പക്ഷെ കൈ അവിടെ അങ്ങ് ഇട്ടിട്ട് ഫ്രീ ആവും. അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി ഏതായിരുന്നു? ഗൗരീശ ഗൗരി വാഴുക. അത്
നല്ലോണം ശ്രദ്ധിച്ചെടുക്കേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. അതായത് കാല് ചേർത്ത് വെച്ചിട്ടാണ് കൊട്ടുക. ഇങ്ങനെ കൈ അതേപോലെ തന്നെ ഇവിടുന്ന് എടുത്ത് മൊത്തം ഇങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അത് ശ്രദ്ധിച്ചോ. 3 4 1 2 3 4 5 6 7. ഈ 7 8 അതായത് കയറിപ്പോയിട്ട് ഇപ്പോൾ ഇവിടുന്ന് കൊട്ടി കഴിഞ്ഞിട്ട് ഇവരിറങ്ങുന്നത് സ്വന്തം നിന്ന സ്ഥലത്തേക്കല്ല, മറ്റേ കുട്ടി എവിടെയാണ് നിന്ന അവിടേക്കായിരിക്കും. കാല് ഇങ്ങനെ വെച്ച് ആണ് ഇറങ്ങി വരുന്നത്. അതായത് നേരെ കയറിപ്പോയിട്ട് ഇപ്പം ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടേക്കാണ് ഇറങ്ങി പോണേ. ഇനി തിരിച്ചവർ അവിടുന്ന് ഇവിടെ തന്നെ എത്തും. അതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുക. 3 4 1 2 3. ഒന്നുകൂടി എടുക്കുക. ഒന്നുകൂടി എടുക്കണോ? ആ സാരില്ല, ഒന്നുകൂടി ആ ലെഫ്റ്റ് എടുത്ത് ഒന്നുകൂടി. 3 4 1 2 3 4 5 6 7 8. ആ കറക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ. ഇനി ഏതായിരുന്നു? 1 2 3 1 2 3 അല്ലേ? 3 4 1 2 3 1 2 3 1 2 3 4. ആ 1 2 ഇതിലത്തെ ഫസ്റ്റ് 1 തന്നെ കണ്ടോ, ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും. 2 വീണ്ടും വിളക്കിന് നേരെ വരും. എന്നിട്ട് അവിടെ അങ്ങ് ചാടും. അത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഇതാണ് കുറത്തിപ്പാട്ട്. തെക്കു നിന്നും വന്നണഞ്ഞാന്നുള്ള. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേരൊക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഉറക്കെ പറഞ്ഞോ. ഞാൻ ഋഷിക. ഞാൻ ആര്യ. അനൂപ. ഞാൻ ഗായത്രി. ഇനി നമ്മൾ സ്തുതിയൊക്കെ കളിച്ച കുട്ടികളുണ്ട്. വാ. നിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കവർക്ക്. എൻ്റെ പേര് നിഹാരിക. എൻ്റെ പേര് അൻമേരി. എൻ്റെ പേര് തീർത്ത. എൻ്റെ പേര് ഇവ. നമ്മുടെ പാട്ടുകാരി എവിടെ? രേവതി. ഇതാണ് കുഞ്ഞു കുട്ടികളുടെ ടീം കേട്ടോ. അപ്പോൾ മറ്റൊരു പാട്ടും കളിയായിട്ട് നമുക്ക് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.